Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് പോപ്സിൻ്റെ കേക്ക്സിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഏത് ഫംഗ്ഷനാണെങ്കിലും കേക്കിൻ്റെ ഒപ്പം നമുക്കിപ്പോൾ കേക്ക് പോപ്സും കേക്ക്സിക്കിളും കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കേക്ക് പോപ്സും കേക്ക്സിക്കിളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg വാനില സ്പഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കേക്ക് വെച്ചിട്ട് വേണമെങ്കിലും ഈ കേക്ക് പോപ്സും കേക്ക്സിക്കിളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കളറിൽ ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഈ 2 കളറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കളർ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പഞ്ച് കേക്കിനേക്കാളും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് ഈ കളർ ചേർക്കാത്ത സ്പഞ്ച് കേക്കിന്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് ഈ കളർ ചേർത്തിട്ടുള്ള സ്പഞ്ച് കേക്ക് വെച്ചിട്ട് ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിതിങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. ഈ ബട്ടർ ചേർത്തിട്ട് ഇതുപോലെ പിടിക്കാൻ കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കളർ ചേർത്തിട്ടുള്ള സ്പഞ്ച് കേക്ക് വെച്ചിട്ട് കേക്ക് പോപ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് നമുക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുഴച്ചിട്ട് ബോൾസ് ആക്കി എടുക്കണം. ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായി കുഴച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലേ ചേർത്ത് കൊടുത്തത്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ട് നമുക്ക് ഈ കേക്ക് പോപ്സും കേക്ക്സിക്കിളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ സെയിം സൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാതും നമുക്ക് സെയിം സൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പൂൺ വെച്ചിട്ട് അളന്നിട്ടാണ് ഞാൻ ബോൾസ് ആക്കി എടുക്കുന്നത്. അളന്നിട്ട് തന്നെ ബോൾസ് ആക്കി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് എല്ലാതും ഒരേപോലത്തെ വലുപ്പത്തിൽ കാണുമ്പോഴല്ലേ കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബോൾ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ബോൾ ഷേപ്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്പഞ്ച് കേക്ക് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇത് വെച്ചിട്ട് ഞാൻ കേക്ക് പോപ്സും കേക്ക്സിക്കിളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കേക്ക് പോപ്സിനും കേക്ക്സിക്കിളിനും സെയിം റെസിപ്പി തന്നെയാണ്, ഷേപ്സിന് മാത്രം മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് പറയാൻ പറ്റില്ല. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് പാകത്തിന് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം കേക്ക്സിക്കിളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്ക്സിക്കിളിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. കേക്ക്സിക്കിളിൻ്റെ മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് കേക്ക്സിക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
കേക്ക്സിക്കിളിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അതിൽ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ മോൾഡി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലത്തെ കേക്ക്സിക്കിളിൻ്റെ മോൾഡിൽ എങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് വെച്ചിട്ടില്ല, ഓരോ കുഴിയിലും പകുതിയാണ് വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൽ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചതിന് ശേഷമാണ് ബാക്കി പകുതി വെച്ച് കൊടുക്കുക. ഇപ്പം എല്ലാ കുഴിയിലും ഞാൻ പകുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. എല്ലാത്തിലും ഇതുപോലെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴിയുടെ ബാക്കിയുള്ള ഭാഗം കൂടി വെച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആ കുഴിയുടെ കറക്റ്റ് സൈസിന് വെച്ച് കൊടുത്താൽ മതി, അപ്പോഴാണ് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. എല്ലതും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതെല്ലതും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് വെക്കുമ്പോഴേക്ക് തന്നെ ഇത് നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 8 കേക്ക്സിക്കിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 സ്റ്റെപ്പായിട്ട് ഞാൻ 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ കേക്ക് പോപ്സാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ബോൾസ് ആക്കി വെക്കാം. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേക്ക്സിക്കിളാണിത്. നമുക്കിതിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ കേക്ക്സിക്കിളും നമുക്ക് മോൾഡിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കേക്ക് പോപ്സും കേക്ക്സിക്കിളും ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ബൗളിൽ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 500 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യണമെന്നില്ല, അടിയിലത്തെ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇത് മെൽറ്റായിട്ട് കിട്ടും. വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് വെച്ചിട്ട് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് വെച്ചിട്ട് നമുക്കിത് ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആക്കിയെടുക്കാം. ജെൽ കളർ യൂസ് ചെയ്തിട്ട് ഏത് കളർ വേണമെങ്കിലും ആക്കിയെടുക്കാം. പിന്നെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 500 ഗ്രാം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഹോളാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റിക്കിൽ നിന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇതുപോലത്തെ പോപ്പ് സ്റ്റിക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഇതുപോലത്തെ പോപ്പ് സ്റ്റിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ സ്ക്യൂർ ഉണ്ടാവുമല്ലോ, അത് 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൽ പോപ്പ് സ്റ്റിക്ക് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല 15 മിനിറ്റ് വെക്കാൻ പറഞ്ഞത്. നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ട്
എടുക്കുമ്പോൾ അതിനൊരു തണവ് ഉണ്ടാവുമല്ലോ, ആ തണവോട് കൂടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ ഡിപ്പ് ചെയ്തിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് കേക്ക്സിക്കിൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക്സിക്കിളും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്തത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. തണവോടുകൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. എല്ലതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് പോപ്സും അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. അത് നമുക്ക് നേരത്തെ കേക്ക്സിക്കിൾ ചെയ്തതുപോലെ തന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ തെർമോക്കോളിൻ്റെ വല്ല പീസ് ഉണ്ടെങ്കിൽ അതിൽ കുത്തി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെച്ചാലും മതി, ചെറിയ ഗ്ലാസ്സിൽ വെച്ചാലും മതി. പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒഴിച്ചിട്ട് ചോക്ലേറ്റ് കവർ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് സെറ്റായതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ അതിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് ഞാൻ വേറൊരു ദിവസം ചെയ്തതാണ്. ഇതിൽ ഞാൻ കൂടുതൽ സ്ക്യൂറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഫോണ്ടൻറ്റ് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും ഇതിൽ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് കവറിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ഇതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പകുതി ഭാഗം ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഡബിൾ കളറാക്കാം. നമുക്ക് ഇഷ്ടമുള്ള എങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിലും ഇതിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഫോണ്ടൻ്റാണ് യൂസ് ചെയ്യാറ്. ഞാൻ വീട്ടിൽ ഫോണ്ടൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് കേക്ക്സിക്കിളും ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് പോപ്സും കേക്ക്സിക്കിളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.